നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായിത്തീരുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നു, മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രം, മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏഞ്ചൽ മാലാഖയും നമ്മളെ കുഴിയിൽ വീഴിക്കുന്ന പിശാച് ശൈത്താൻ, ഇത് രണ്ടും നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സിന് ഒരു ഹയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. ആ മനസ്സിനെ താഴോട്ട് വലിക്കുന്ന, ഡൗൺവേർഡായിട്ട് പുൾ ചെയ്യുന്ന ഒരു സിസ്റ്റവുമുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു മനുഷ്യൻ്റെ വിജയവും പരാജയവും ഇരിക്കുന്നത്. അപ്പോൾ പല അവസരത്തിലും നമ്മളുടെ പാസ്റ്റ് അൺപ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ ഭൂതകാലത്തിലെ നമുക്ക് ചില അധൂര അനുഭവങ്ങളുമായിട്ട് മൈൻഡ് കണക്ട് ചെയ്തിട്ട് നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഇത് ശരിയാവില്ല, അല്ലെ എനിക്കിതിന് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അലസന്മാരാകാം, അല്ലെ വിമുഖത കാണിക്കും. ആ സമയത്തെല്ലാം നമ്മുടെ തന്നെ മൈൻഡിൻ്റെ ശക്തി, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യണം. അതായത് മൈൻഡിൻ്റെ ഹയർ ആയിട്ടുള്ള ഈ എനർജിയെ നമ്മൾ തന്നെ സെൽഫ് കൊണ്ട് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയല്ല ഇപ്പോഴും നമ്മൾ ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്ന് ആവർത്തിച്ച് പറയുക. ഇതൊരു സൈക്കോളജിക്കൽ മന്ത്രമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജപവും മന്ത്രവും ഒക്കെ ചെല്ലുന്നത് എല്ലാവർക്കും പരിചയമാണല്ലോ. അതുപോലെ നമ്മുടെ മനസ്സിലൊരു സൈക്കോളജിക്കൽ മന്ത്രമായിട്ട് എപ്പോഴും ഐ ക്യാൻ ആൻഡ് ഐ വിൽ. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആ പ്രതിബന്ധങ്ങളെ എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഞാൻ തരണം ചെയ്യുമെന്ന് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്ന് പറഞ്ഞ് ഈ പ്രതിബന്ധങ്ങളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിന് 3 തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് എനർജിയാണുള്ളത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ വിൽ പവർ, നമ്മുടെ ഇച്ഛ, അധമ്യമായ ആഗ്രഹം, എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നേറാനുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹം. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. ആ ഇച്ഛാശക്തിയുടെ തൊട്ട് പിന്നാലെ നമുക്ക് ജ്ഞാനശക്തി വേണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുവാനുള്ള കൃത്യമായ അറിവ്, ജ്ഞാനം നമുക്ക് വേണം. എങ്കിൽ മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് ആ റൂട്ടിൽ കൂടി പോകേണ്ടത്. നമ്മളൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള എ ടു ഇസഡ് കൃത്യമായ കാര്യവിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇച്ഛ കൊണ്ട് മാത്രം നമുക്ക് കുറച്ച് നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ വഴിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും മാത്രവും പോരാ, നമുക്ക് ക്രിയാശക്തി കൂടി വേണം. ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് ഫോഴ്സ്. നമുക്ക് നല്ല ഇച്ഛാശക്തി, ആഗ്രഹവുമുണ്ട്, നമുക്ക് നല്ല അറിവുമുണ്ട്. പക്ഷേ നമ്മുടെ ക്രിയാശക്തി വളരെ പോറാണ്, നമ്മൾ വളരെ ലേസി ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ മൈൻഡിൻ്റെ 3 എനർജി എന്ന് പറയുന്നത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമാണ്. ഇത് സന്തുലിതമായി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ പൊട്ടൻഷ്യൽ, അപരിമേയമായ ശക്തി നമുക്ക് ഉപയോഗിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നേടിയെടുക്കുവാനും സാധിക്കും. അതോടൊപ്പം തന്നെ എപ്പോഴെല്ലാം മൈൻഡ് ഈ നെഗറ്റീവായിട്ട് പുള്ളി ചെയ്യുന്നു, അഥവാ ഡിപ്രസീവായിട്ട് പോകുന്നു, ആ സമയങ്ങളെല്ലാം നമുക്ക് മനസ്സിനെ ഉയർത്തുവാൻ സാധിക്കും. പുറത്തുനിന്ന് ഒരാൾ വന്ന് നമുക്ക് ഗൈഡൻസ് തരുന്ന പോലെ, നമുക്ക് കൗൺസിലിങ്ങിൽ നിന്ന് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് പോലെ, അതിനുപരിയായിട്ട് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനോട് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുക ഐ ക്യാൻ ആൻഡ് ഐ വിൽ. അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു പോകുവാനുള്ള ആ ശക്തി, ആത്മശക്തി എന്ന് നമുക്ക് പറയാം. ആത്മശക്തി നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന് അധമ്യമായ പവറുണ്ട്. ആ ഉപബോധ മനസ്സിൻ്റെ ഈ പവർ, ഈ ശക്തി, നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയെ നമ്മൾ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ, മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ, ഏത് പ്രതിബന്ധം വന്നാലും നമ്മൾ താഴോട്ട് പോകാതെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്തിക്കൊണ്ട് അനായാസന പ്രതിബന്ധങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ബാഹ്യലോകത്തു നിന്നുള്ള യാതൊന്നുമല്ല, നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വീക്ഷിക്കുന്നത്, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് ഈ പ്രതിസന്ധികളോട് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വിജയവും പരാജയവും. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും മനസ്സതുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ മനസ്സും നമ്മുടെ ഈഗോയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെക്കാനിസം, ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് സന്തോഷവാനായിട്ടിരിക്കുവാൻ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കാം, ഇല്ലെന്നിരിക്കാം. എന്നിരുന്നാലും
മനസ്സിൻ്റെ സമതുലിതാവസ്ഥ, ബാലൻസിങ് പവർ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കെങ്ങനെ നമ്മുടെ ഉള്ളിൽ കണ്ടൻമെൻറ്റോട് കൂടി ഹാപ്പി ആയിട്ടിരിക്കാം എന്നുള്ള ട്രെയിനിങ് ആണ് മൈൻഡ് ട്രെയിനിങ്. അപ്പം അതിന് മൈൻഡിൻ്റെ തന്നെ പവർ നമ്മൾ ഉണർത്തുക, ആത്മബോധം ഉണർത്തുക, ആത്മശക്തി ഉണർത്തുക, മൈൻഡിനെ ട്രെയിൻ ചെയ്യുക. കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രതിസന്ധികളില്ല എങ്കിലും എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനാ മന്ത്രം പോലെ ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്ന സൈക്കോളജിക്കൽ മന്ത്രം നമ്മുടെ ഉപബോധ മനസ്സിൽ മുഴങ്ങട്ടെ.